ഇതൊരു ലിമിറ്റഡ് ടൈം ഡീലാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് വീഡിയോ അങ്ങോട്ട് കാണുമ്പോൾ തീരുമ്പോഴത്തേക്കും മനസ്സിലാവും. എനിക്ക് വരുന്ന കമൻസുകളിൽ ഇങ്ങനെയുള്ള, അതായത് വാട്സപ്പിൽ വരുന്ന മെസ്സേജസിൽ ഏറ്റവും കൂടുതൽ ഈ ആംപ്ലിഫയർ ചെയ്തു തരുമോ, 5.1 ചെയ്തു തരുമോ, 2.1 ചെയ്തു തരുമോ, അങ്ങനെ പല തരത്തിൽ ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പലതിനും ഞാൻ കാണാത്തതിൻ്റെ പേരിലും മറ്റൊക്കെ അത് വിട്ടുപോകുന്നുണ്ട്. അതായത് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, അവർ പിന്നീട് മറ്റെന്തോ ഓപ്ഷൻസ് തേടി പോവാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു ഇത്രയും കാലത്തെ ഒരു വീഡിയോസൊക്കെ കണ്ട് അതിനോട് താല്പര്യപ്പെട്ടിട്ടാണ് നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരുന്നത് പല സാങ്കേതിക കാരണങ്ങളും എല്ലാം കൊണ്ട് കൂടിയിട്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്. അതായത് ആ മെസ്സേജ് ഞാൻ കാണാത്തതും റെസ്പോണ്ട് ചെയ്യാത്തതും. അപ്പോൾ അതിനൊക്കെ തന്നെ ഉള്ളൊരു പരിഹാരം എന്ന നിലക്കാണ് ഈ ഒരു ആഴ്ചത്തെ ടൈമിലേക്ക് ഒരു ടൈം ഡീൽ വെച്ചിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ വീഡിയോ കണ്ട് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫാസ്റ്റ് റെസ്പോൺസ് അതാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതായത് എന്തിനെ പറ്റിയിട്ടാണെന്ന് വെച്ചാൽ ആംബ് സൗണ്ട് സിസ്റ്റം, അത് ഏത് തന്നെ ആയാലും ശരി, 2 ചാനൽ മുതൽ 5.1 വരെ അതിൻ്റെ ഇടയിലുള്ള സൗണ്ട് സിസ്റ്റം സെയിം ടൈപ്പ് തന്നെ കാർ ഓഡിയോ ആയാലും ശരി. കാർ ഓഡിയോ, കാറിലേക്കുള്ള ഏതൊരു സാധനവും അങ്ങനത്തെ ഒന്നും ഞാൻ ഡിസ്പ്ലേ ചെയ്തത് വളരെ കുറവാണ്. നമുക്കതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അതിനെ പറ്റിയുള്ള വീഡിയോസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ താല്പര്യപ്പെടുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 ചാനൽ to 5.1. അപ്പോൾ അതിൽ എന്തൊക്കെ വരും എന്നറിയോ? 2 ചാനൽ മീൻസ് സ്റ്റീരിയോ. 2.1 കുറച്ചും കൂടെ ഒന്ന് പവർഫുൾ ആക്കുമ്പോൾ 2.2. നാട്ടിൽ തന്നെ പണ്ട് നമ്മൾ വീഡിയോയിൽ ചെയ്ത ഒരു കോൺഫിഗറേഷനാണ് 2.4. 2 ചാനലും 4 സബ്ബും. അതാണ് 2 ചാനൽ to 5.1 എന്ന് പറയാൻ കാരണം. 2 ചാനൽ എന്നുള്ളതും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഡിഫോൾട്ട്. 5.1 എന്നുള്ളത് അതിൻ്റെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നോർമൽ ഹോം ഓഡിയോസിൻ്റെ ഒരു എക്സ്ട്രീമാണ്. അതായത് 7.1 എന്ന് പറയുന്ന എക്സ്ട്രീം അല്ല, അതൊക്കെ മേലെയാണ്. അപ്പോൾ 5.1 എന്നുള്ള ആ ഒരു നിലയിൽ അതിൽ ഒരുപാട് ഡൈവേർഷൻ വരുന്നതാണ് 5.2, 5.4. അതായത് അത് ബേസ് ലെവലിൽ ഒരുപാട് സ്ട്രീം വരുന്നതിനാണ് അത്രയും സബ് ഓഫേഴ്സ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ആളുകൾ ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ളതും എല്ലാം കൂടെ ഏത് തരത്തിലുള്ള ഓഡിയോ സിസ്റ്റം ആയാലും അത് ഫുൾ സെറ്റ് ആംപ് വിത്ത് സ്പീക്കേഴ്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്തു നിന്ന് കിട്ടാനുണ്ടാവും, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷേ നമുക്ക് നമ്മളുടേതായ ഒരു യുണീക്നെസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോയിൽ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റ് എന്തെങ്കിലും പ്രോഡക്റ്റ് ചെക്ക് ചെയ്തപ്പോൾ അത് സാധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ പ്രതീക്ഷിച്ച ഞാൻ പറഞ്ഞ കാര്യം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായ ഒരു രീതിയിലുള്ള നല്ല പ്രീമിയം പ്രോഡക്റ്റ്സ് ആണ് ഈ പറഞ്ഞ ഈ ടൈം ഡീലിൽ പെടുത്തിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ഫിക്സഡ് ടൈം ഡീലിനുള്ളിൽ മാക്സിമം എത്ര ആളുകൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുമോ ഈ വീഡിയോ കണ്ടിട്ട്, ആ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് മാക്സിമം ഫാസ്റ്റായിട്ട് റെസ്പോൺസും അതേപോലെ തന്നെ പ്രോഡക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫുൾ ഡെലിവറി അടക്കം ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതാണ് ശരിക്കും ഈ വീഡിയോയുടെ ഉള്ളടക്കം. ഇനി നിങ്ങൾക്ക് മുന്നോട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കാണാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം വാങ്ങാൻ ആവശ്യമുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ എക്സ്ട്രാ ബോണസസ് കിട്ടാനുള്ളത് എന്നുള്ളത് അറിയാൻ ബാക്കിയുള്ളതോട് കണ്ടുനോക്കും. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടവർ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഞാൻ പല കാര്യങ്ങളെ പറ്റി സംസാരിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ട്രബിൾ, മിഡ്, ബേസ്, അതേപോലെ തന്നെ ലോ ബേസ്, ഈ 4 കാര്യങ്ങളെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പല തരത്തിൽ അതിൻ്റെ എഫക്റ്റുകളും പ്രശ്നങ്ങളും പരിഹാരങ്ങളും എല്ലാമായിട്ട് പല തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ടിപ്സ് എന്ന നിലക്കും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മാത്രമേ ഇവിടുന്ന് ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒരൊറ്റ വീഡിയോയിൽ പോലും ഉണ്ടാവില്ല. നിങ്ങളിത് ഇങ്ങനെ ചെയ്ത് നോക്കൂ എന്നുള്ള ഓപ്ഷൻസാണ് ഏറ്റവും കൂടുതൽ തന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് ചെയ്തവരൊക്കെ അതിൻ്റെ അനുഭവം എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്തപ്പോൾ ഇങ്ങനെ നല്ല സക്സസ് ആയിട്ടുണ്ട് എന്നുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവർ നേരിട്ട് അറിയിക്കും. അല്ലാത്തവർ കോമൻസിലും അല്ലാതെയൊക്കെ എന്നെ പല രീതിയിലായിട്ട് അറിയിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ കഴിയുന്നവർക്ക് അത് ചെയ്ത് സക്സസ് ആക്കാൻ പറ്റി. പക്ഷേ അത് ചെയ്യാൻ അതിനെ പറ്റി അത്ര ഇലക്ട്രോണിക്സ് പരമായിട്ട് ചെറിയ തോതിൽ ഐഡിയകളില്ലാതെ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ളൊരു സിസ്റ്റം വേണം, അങ്ങനെയുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നിങ്ങളതിൽ ഒരുപാട് പൈസയുണ്ട്. പക്ഷേ നിങ്ങൾ പല സെർച്ചിലും അല്ലെങ്കിൽ പല സാഹചര്യത്തിലും ചിലപ്പം വല്ല AVRO അല്ലെങ്കിൽ ഏതോ ഒരു കോംപ്ലക്സ് സിസ്റ്റമായിട്ട് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. എന്താണ് അതിൽ വരുന്ന ബുദ്ധിമുട്ട് എന്നറിയാം? അതിൻ്റെ സ്പീക്കേഴ്സ് സംഘടിപ്പിക്കുക. ഫുൾ സെറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങളതിൽ ലക്ഷങ്ങൾ മുടക്കണം. അത് ഒരു സത്യമാണ്. പക്ഷേ അത്രയും നിങ്ങൾക്ക് മുടക്കാനില്ല. പക്ഷേ ഒരു ആവറേജ് നിങ്ങൾക്ക് മുടക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോഡക്റ്റ് കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഓഫർ ഞാനൊരു ചെറിയ ടൈം ഡീലിൽ വെക്കുന്നത്. കാരണം അതൊരു വലിയൊരു ലോങ് ഡീലായിട്ട് വെച്ചാൽ അത് ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മെസ്സേജസ് എനിക്ക് AVRനായിട്ട് ബന്ധപ്പെട്ട് വന്നുള്ളത് അത് കംപ്ലൈൻ്റ് ആയി, അത് സ്റ്റാൻഡ് ബൈയിലാണ്, അത് ഓൺ ആവുന്നില്ല, സൗണ്ട് വരുന്നില്ല, ഇത് എവിടെ സർവീസ് ചെയ്യും?
എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ നാട്ടിൽ ചില പ്രോഡക്ട്സിന് സർവീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ട് കാരണം ഇത്രയോ വില കൊടുത്ത് വാങ്ങിയ ഈ സാധനം അവിടെ കിടക്കുകയാണ്. അത് സർവീസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഒന്ന്, അതിൻ്റെ അകത്തേക്ക് പ്രോഡക്ട്സ് കിട്ടില്ല, അതിനകത്തേക്ക് വേണ്ട കറക്റ്റ് ഒറിജിനൽ കമ്പണൻസ് കിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആവും, ചിലപ്പോൾ സ്പീക്കേഴ്സ് കറക്റ്റ് വാല്യൂവിൽ കിട്ടാതെ അതുകൊണ്ട് നടക്കുന്നുണ്ടാവും, ചിലപ്പോൾ കിട്ടുന്ന സ്പീക്കേഴ്സ് ആ കറക്റ്റ് വാല്യൂ തന്നെ ഒപ്പിച്ചെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കോൺഫിഗറേഷൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് അത് പക്കയായിട്ടുള്ള എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ എല്ലാം കൊണ്ടും പ്രശ്നം. ഇനി അഥവാ ഇതെങ്ങാനും അടിച്ചു പോയി കഴിഞ്ഞാൽ ഇത് സർവീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിപ്പോൾ അസംബിൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് എന്ന് വിചാരിക്കുക. നിങ്ങളത് ഇവിടുന്ന് കോഴിക്കോട് നിന്ന്, ഞാനുള്ളത് കോഴിക്കോടാണ്, കോഴിക്കോട് നിന്ന് വാങ്ങി തിരുവനന്തപുരത്ത് പോയി എന്നായിരിക്കും. നിങ്ങൾക്ക് അത് തിരുവനന്തപുരത്തുള്ള ഏതൊരു കടയിൽ കൊണ്ടായാലും ഏതൊരു സർവീസ് സെൻറ്റർ കൊണ്ടായാലും അത് സർവീസ് ചെയ്ത് കിട്ടും. ഇതെടുത്തുകൊണ്ട് പോയി ഡൽഹിയോ അല്ല വേറെ എവിടെയും കുറച്ച് ദൂരെ അങ്ങോട്ട് പോയി അത് എവിടെ നിന്ന് വേണമെങ്കിൽ സർവീസ് ചെയ്യാം. നിങ്ങൾ വിദേശത്ത് പോയി എന്ന് വിചാരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു ബോർഡ്, ഇപ്പോൾ ഔട്ട്പുട്ട് ബോർഡാണ് പോയത്, നിങ്ങൾക്ക് ഈ ബോർഡ് ഇവിടുന്ന് കൊറിയർ അല്ല ഏത് രീതിയിൽ പാർസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് സർവീസ് ചെയ്യാം. എന്തുകൊണ്ടും ഫ്ലെക്സിബിളാണ് ഇത്തരം അസംബിൾഡ് ആംപ്ലിഫയറുകൾ. ആ ഫ്ലെക്സിബിലിറ്റി പെടുന്നതാണ് അതിൻ്റെ അപ്ഡേഷൻ. നിങ്ങൾക്കിപ്പോൾ ഒരു പവർ ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് 100 ഉള്ളത് നിങ്ങൾക്കൊരു 160 അല്ലെങ്കിൽ 250 അപ്ഗ്രേഡ് ചെയ്യണം. എന്താ ചെയ്യാൻ പറ്റാത്തത്? അതിനകത്തേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഇതിനകത്ത് ഉണ്ടാവും. പക്ഷേ ഒരു ഡിഫോൾട്ട് ആംപ്ലിഫയറുകൾ അത് ഉണ്ടാവില്ല. അതൊക്കെയാണ് ആ ഒരു തരം റെഡി ബ്രാൻഡുകളുടെയും നമ്മൾ ഉണ്ടാക്കുന്ന അസംബിൾഡ് ആംപ്ലിഫയറുകളുടെയും ഏറ്റവും വലിയൊരു പ്രത്യേകത, ഏറ്റവും വലിയൊരു സൗകര്യം. ആ കിറ്റാണ് ഇപ്പോൾ പോയത്. ഇപ്പോൾ ഒന്ന് വയ്ക്കുക, നിങ്ങളിപ്പോൾ ബ്രാൻഡിൻ്റെ ഒരു ഡീകോഡറാണ് പോയതെങ്കിൽ കുടുങ്ങി. പക്ഷേ നമ്മൾ ചെയ്യുന്ന കിറ്റ് അതിലെ ഡീകോഡറാണ് പോയതെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നും ചെയ്യാം, എവിടെ നിന്നും സർവീസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ്. ഇത്തരം ആംപ്ലിഫയറുകളുടെ സ്പീക്കേഴ്സ് ഒന്ന് പോയി എന്ന് വിചാരിക്കുക, ബ്രാൻഡിൻ്റെ സ്പീക്കർ പോയാൽ കഴിഞ്ഞു. സംഘടിപ്പിക്കാൻ കിട്ടിയാൽ ഭാഗ്യം, അതല്ലാത്തവർക്ക് അത് പോയി. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എവിടെ നിന്ന് ഏതൊരു സ്ഥലത്ത് പോയാലും കിട്ടും. അതതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഫീച്ചേഴ്സും ആ ഒരു വ്യത്യസ്തതയും ആണ് ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് പറഞ്ഞത്. നെക്സ്റ്റ് പറയാനുള്ളത് എക്സ്പീരിയൻസ്. ഒരു AVR ആണ് നിങ്ങൾ വാങ്ങിയത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ AVR ആണ് നിങ്ങൾ വാങ്ങിയെന്നിരിക്കും. ആ AVRയിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു 2 ലക്ഷം, 3 ലക്ഷം, 1.5 ലക്ഷം, ആ ഒരു 1 ലക്ഷത്തിൻ്റെ അറൗണ്ട് മുടക്കിയിട്ടുള്ള ഒരു AVR വാങ്ങുമ്പോൾ കിട്ടുന്നത് മാക്സിമം ഒരു 70 ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന ഒരു ആംപ്ലിഫയറിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാവൂ? ജസ്റ്റ് ഒരു കോമൺ ചോദ്യമാണ് അല്ലേ? അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല. പക്ഷേ നമ്മളത് ശ്രമിക്കുന്നുണ്ട്. നാട്ടിൽ കിട്ടുന്ന ലോക്കൽ സാധനങ്ങൾ വാങ്ങിയല്ല നമ്മളൊരു ബോർഡ് ചെയ്യാറ്. ഇപ്പോൾ ഈ ഒരു ബോർഡായാലും ശരി, ഇത് അസംബിൾ ചെയ്തതാണ്. ഇതൊരാൾ നമ്മളെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് കമ്പണൻസ് പ്ലേസ് ചെയ്ത് സോൾഡർ ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള ബോർഡുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എത്രത്തോളം നമ്മൾ മാക്സിമം ഇൻവെസ്റ്റ് ഇതിനു വേണ്ടി ചെയ്യുന്നോ അത്രയും ക്വാളിറ്റി ഇതിന് ഔട്ട്പുട്ട് വരും. എത്രത്തോളം ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുന്നോ അത്രയ്ക്കും ഇതിൻ്റെ കമ്പണൻസിൻ്റെ ക്വാളിറ്റി കുറയും. അതിനനുസരിച്ചിട്ട് ലോ ക്വാളിറ്റി സൗണ്ട് വരും. ഈ 2 കാര്യമാണ് ഇത് അസംബിൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ആ ഒരു സാധനം സെയിലിന് വെച്ചത്, അതായത് ഒരു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് പരിചയമൊന്നും ഇല്ലാത്ത ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഡീലർ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അവർ സെയിലിന് വെച്ചൊരു പ്രോഡക്റ്റാണ് നിങ്ങൾ വാങ്ങാൻ പോകുന്നതെങ്കിൽ അത് അവർ സെയിലിന് വെച്ചത് മാക്സിമം പ്രോഫിറ്റിന് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ ആ വിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അവർക്കൊരിക്കലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ കഴിയില്ല. അവർക്കൊരിക്കലും നിങ്ങൾക്കൊരു പ്രൂഫ്, അതായത് ഒരു ഗ്യാരണ്ടി തരാൻ പറ്റില്ല. അസംബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു ഗ്യാരണ്ടിയാണ് അല്ലേ? ആ ഒരു ഗ്യാരണ്ടി എപ്പോഴും ഞാൻ പറയാറില്ലേ, നിങ്ങളിങ്ങനെ ചെയ്താൽ 100% ഇങ്ങനെ കിട്ടും, ശ്രമിച്ച് നോക്കൂ, ചെയ്ത് നോക്കൂ എന്ന് പറയുന്നില്ലേ, അത് കിട്ടും. നെക്സ്റ്റ്, ഒരു സീനിലുള്ള ഒരു വിഷ്വൽ ആയാലും ശരി, ഒരു സീനിലെ വിഷ്വൽസ് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് വരണമെങ്കിൽ നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള സ്പീക്കറായിരിക്കണം അപ്പുറത്തുള്ളത്. അതായത് നമ്മൾ ആംപ്ലിഫയറിൽ കൊടുക്കാനുള്ളത്. നമുക്ക് ഒരു മ്യൂസിക്കാണ് കേൾക്കുന്നതെങ്കിൽ അതിൻ്റെ ഓരോ തരത്തിലുള്ളതും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ആംപ്ലിഫയറിൽ വേണം. എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ക്വാളിറ്റി മാത്രം പോരാ, അതിനുള്ള സൗകര്യം, അതിനുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന രീതികൾ കൂടി വേണം. ഇപ്പോൾ EQ ആയാലും ശരി, ഇപ്പോൾ ടോൺ ആയാലും ശരി, ഇനിയിപ്പോൾ ഫ്ലാറ്റിലായാലും ശരി, നിങ്ങൾക്ക് ഏത് തരം ഒരു ഡിവൈസ്, ഏത് തരത്തിലുള്ള ഒരു ഇൻപുട്ടാണോ നിങ്ങൾ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നത്, ആ ഇൻപുട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് കേൾക്കാനുള്ള രൂപത്തിലേക്ക് മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നിങ്ങൾ ആംപ്ലിഫയറിൽ വേണം. അത് പലതിലുണ്ടാവില്ല. അതടക്കം നമുക്ക് ചെയ്യാൻ പറ്റും. അത് പ്രീമിയം, നമ്മൾ ചെയ്യുന്ന ചില പ്രീമിയം പ്രോഡക്ട്സിൽ അത് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സൗകര്യം നിങ്ങൾക്ക് പല ബ്രാൻഡിലും കിട്ടാൻ സാധ്യതയില്ല. അവരൊരു ഫിക്സഡ് സിഗ്നേച്ചർ ഉണ്ടാവും ഓരോ ബ്രാൻഡിന്. ഇപ്പോൾ സോണിക്ക് ആണെങ്കിൽ ഇപ്പോൾ ബേസ് സിഗ്നേച്ചർ, മറ്റ് ചില ബ്രാൻഡിന് ഒരു മിഡ് ബേസ് സിഗ്നേച്ചർ, മറ്റ് ചില ബ്രാൻഡിന് ഒരു ട്രബിൾ, ഒരു ഹൈ ലെവൽ സിഗ്നേച്ചർ, ഹൈ ഫ്രീക്വൻസി
മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സിഗ്നേച്ചർ, മൊത്തത്തിൽ ഒരു സ്റ്റുഡിയോ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സിഗ്നേച്ചർ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. കാരണം അത് അവർ അതാത് പ്രോഡക്റ്റ് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ഇത് ബേസ് സിഗ്നേച്ചർ, ഇതെല്ലാം കൂടെ കൂടിയത് ഒരു സ്റ്റുഡിയോ ക്വാളിറ്റി. ആ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വില വരും ആ ഒരു സാധനം കിട്ടാൻ. മാത്രമല്ല അതിൽ ഈ പറഞ്ഞ സൗകര്യം ഉണ്ടാവില്ല, നിങ്ങൾക്കത് മാറ്റം വരുത്തി നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഏതൊരു ടെക്നീഷ്യനോ ഒരു അസംബിൾ ചെയ്യുന്ന ആളിപ്പോൾ ഈ വീഡിയോ കണ്ട അവർക്കറിയാം, നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഏത് രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടാനുള്ള സൗകര്യം നമുക്ക് ചെയ്യാം. ഈ സൗകര്യം എന്ന് ഉദ്ദേശിക്കുന്നത് കൺട്രോളിങ്, സ്വിച്ചിങ്, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും. ഇതൊക്കെ മാനുവലി ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. ഇതെല്ലാം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ആമ്പിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ബെസ്റ്റ് സൗണ്ട് ലെവൽ, ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ബെസ്റ്റ് സൗണ്ട് ലെവൽ. ഒരു പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്തിട്ട് നല്ല സുഖത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് ബാസ്, ട്രിബിൾ, ടോൺ, EQ ഒക്കെ റേസ് ചെയ്യാൻ പറ്റും. റേസ് ചെയ്ത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണ്ട ലെവലിലുള്ള ഒരു EQ സെറ്റപ്പ് ചെയ്താൽ, ഇപ്പോൾ 5 ബാൻഡ് ആണെങ്കിൽ ഇപ്പോൾ ഒരു റോക്ക് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസത്തിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ബൂസ്റ്റ് ചെയ്ത ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ആ മ്യൂസിക് കേൾക്കാം. പക്ഷേ അതേ സമയം തന്നെ അതൊരു സിനിമയാണ് കാണണമെങ്കിലോ, അതിപ്പോൾ ഒരു പഴയ കാലത്തെ മ്യൂസിക്കാണ് കേൾക്കുന്നതെങ്കിലോ, ഇപ്പോൾ സാക്കിർ ഹുസൈൻ്റെ തബലയാണ് കേൾക്കുന്നതെങ്കിലോ, എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് തബല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് അങ്ങനെയുള്ള ഓരോന്ന് കേൾക്കുള്ളൂ. നമുക്കവിടെ അത് മാറ്റിയിട്ട് നമുക്ക് വേണ്ട രൂപത്തിലാക്കാനുള്ള സൗകര്യം നമ്മൾ ആംപ്ലിഫയറിൽ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് നമ്മളെ പ്രീമിയം പ്രോഡക്ട്സിൽ ചെയ്യും. സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രീമിയം ആയിട്ട് ചെയ്തിരുന്ന സ്പീക്കേഴ്സ് അതിൻ്റെ ലോവസ്റ്റ് ബഡ്ജറ്റിൽ തുടങ്ങുന്ന സാധാരണ പിയർലെസ്സിലാണ് തുടങ്ങാറ്. നമ്മളെ കയ്യിൽ വിട്ട് തരികയാണെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും നല്ല തരത്തിലുള്ള ഏതെങ്കിലും ബ്രാൻഡ് എടുത്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു ക്വാളിറ്റി ഔട്ട്പുട്ടിൽ ഉണ്ടാവും. അങ്ങനെ ഒരു ക്വാളിറ്റി സ്പീക്കേഴ്സ് പണ്ട് ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പഴയ റേഡിയോയിൽ കൊടുത്താൽ പോലും നല്ല എക്സ്പീരിയൻസ് കിട്ടും. കാരണം ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി വേണ്ട ഒരു ഭാഗം, ഒരു ഓഡിയോ സിസ്റ്റത്തിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിരിക്കേണ്ട ഒരു കമ്പണൻ്റാണ് സ്പീക്കർ. ഒരു കമ്പണൻറ്റ്, അതിൽ ഒരുപാട് സാധനങ്ങൾക്ക് എഫിഷ്യൻസി കൂടുതൽ വേണം. ബാക്കിയൊക്കെ ചിലത് എഫിഷ്യൻസി ലേശം കുറഞ്ഞാലും ഇപ്പോൾ ഒരു 70% എഫിഷ്യൻ്റ് ആണെങ്കിലും നമുക്ക് സ്പീക്കേഴ്സ് മാക്സിമം എഫിഷ്യൻ്റ് ആയിരിക്കണം, അത് നിർബന്ധം. അപ്പോൾ ആ എഫിഷ്യൻസി കൂടെ നോക്കിയിട്ട് എല്ലാം കൂടെ ബെസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ സ്പീക്കേഴ്സ് സെലക്ട് ചെയ്യാവും. അപ്പോൾ ആ രീതിയിലുള്ളതാണ് നമ്മൾ ആ പ്രീമിയം പ്രോഡക്റ്റ്സ് എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഇപ്പോൾ പറഞ്ഞത് കൂടാതെ ബാക്കിയെല്ലാം ഒരുവിധം നിങ്ങൾക്ക് നമ്മളെ പഴയ വീഡിയോസിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം. അത് കാണാത്തവർ ഈ വീഡിയോ ഫസ്റ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾ ആ പഴയ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് എടുത്തു നോക്കുക. ഒരുപാട് പ്ലേ ലിസ്റ്റ് ഉണ്ട്, ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആ പ്ലേ ലിസ്റ്റുകളിൽ ഇപ്പോൾ ഓരോ തരത്തിലുള്ള ടിപ്സും ആംപ്ലിഫയർ അസംബ്ലിങ്ങും ഇപ്പോൾ ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് 2.1 അസംബ്ലിങ് സീരീസാണ്. അതിൻ്റെ 3rd പാർട്ട് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ 4th and 5th പാർട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ച് വലിയതാണ്, അതുകൊണ്ടാണ് അതിന് ഡിലേ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധ ഫ്രീ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം ചെക്ക് ചെയ്ത് കൺഫേം ആക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിമിറ്റഡ് ടൈം ഡീൽ തീരുന്നതിന് മുമ്പ് തന്നെ കോൺടാക്ട് ചെയ്യുക. എങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ ലിമിറ്റഡ് ടൈം ഡീൽ എന്നൊന്ന് പറയാം. അതായത് ഈ വീഡിയോ ഇന്നാണ് ഇപ്പോൾ റിലീസാവുന്നത്. ഇപ്പോൾ ഈ ഡേറ്റ്, അതായത് April 6 ശനിയാഴ്ചയാണ് റിലീസാവുന്നത്. ഈ റിലീസാവണ ഇന്ന് മുതൽ April 12-ാം തീയതി വരെയാണ് ആ എൻഡ് ടൈം. ഈ 12-ാം തീയതി വരെ ഞാൻ ഈ ആംപ്ലിഫയർ ഓഡിയോ സിസ്റ്റം അസംബ്ലിങ്ങിൻ്റെ ഓർഡർ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ കുറച്ച് ലീവ് ആക്കുക. അതായത് ഞാൻ അസംബ്ലിങ് കുറച്ച് കാലത്തേക്ക്, ഓർഡർ എടുത്തിട്ടുള്ള അസംബ്ലിങ് കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കുക. പിന്നെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് മാസങ്ങളോളം, ചിലപ്പോൾ വളരെ വൈകും, പിന്നീട് ഒരു ഓർഡർ എടുത്തിട്ട് ഒരു അസംബിൾ ചെയ്യാം. അപ്പോൾ ഇതൊരു ക്ലോസിംഗ് ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ മാക്സിമം ആ പ്രീമിയം നല്ല രീതിയിലുള്ളത് ചെയ്തു കൊടുക്കാനുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ഈ ഒരു ടൈം ഡീൽ വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യുന്നത്. പിന്നീട് ആ ഒരു ഡേറ്റിന് ശേഷം 12-ാം തീയതിക്ക് ശേഷമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുവരുന്നതെങ്കിൽ 12-ാം തീയതി എന്ന് പറഞ്ഞാൽ 12-ാം തീയതി എന്നെ ക്ലോസ് ചെയ്യും. 12-ാം തീയതി രാത്രി വരെ സമയമുണ്ട്. പിന്നെ 13-ാം തീയതി മുതൽ എടുക്കുന്നില്ല, ഒരു 6 ദിവസം. പിന്നീട് അവിടെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ പറഞ്ഞ പ്രീമിയം പ്രോഡക്റ്റ്സ്, അതായത് എൻ്റെ ഓൺ പ്രോഡക്റ്റ് തന്നെ അത് റിലീസാക്കിയിട്ട് അതാണ് പിന്നീട് വരിക. അത് വരുന്നതിനനുസരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പബ്ലിഷ് ചെയ്യും. അതുകൂടാതെ നമ്മൾ സാധാ ടിപ്സ് നടന്നുകൊണ്ടിരിക്കും ചാനലിൽ, വീഡിയോസ് മാത്രം ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. മറ്റത് നിർത്തുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ വളരെ കോംപ്ലിക്കേഷനാണ് അതിലൂടെ സംഭവിക്കുന്നത്. കാരണം ഇന്ന് ഈ ഒരു കസ്റ്റമർ ഇപ്പോൾ ഇതിന് വന്നു കഴിയുമ്പോൾ അടുത്ത കസ്റ്റമർ ഇതിനല്ല വരുന്നത്. ഈ കസ്റ്റമറുടെ ടൈമും അടുത്ത് വരുന്ന കസ്റ്റമറുടെയും ടൈം, അതായത് ഡെലിവർ ചെയ്യാനുള്ള ടൈം തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കാരണം എനിക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഓർഡേഴ്സ് ഇങ്ങനെയുള്ളത് എടുക്കുന്നത് ഒഴിവാക്കിയിട്ട് നമ്മൾ തന്നെ ഓൺ പ്രോഡക്റ്റ് പബ്ലിഷ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടുതൽ നല്ലതായിരിക്കും. കാരണം ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ അങ്ങനെയാണ് മനസ്സിൽ കാണുന്നത്.
അതായത് മാക്സിമം ഒരു ചെറിയ തോതിൽ ഒരു 3-4 പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വെക്കാനുള്ള സൗകര്യത്തിൽ ചെയ്തിട്ട് അന്നേരം എടുക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് വന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഈ ടൈം ഡീലിൽ ചെയ്ത ഒരു സാധനം അന്നേരം നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം കൂടി ഞാൻ ആ സമയത്ത് ചെയ്യും. മാന്യമായ രീതിയിലുള്ളൊരു ഡീൽ വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ടൈം ഡീലിൽ ഇപ്പോൾ എടുക്കുന്ന ഓർഡേഴ്സിന് മാത്രം, ഈ വരുന്ന 6 ദിവസത്തിൽ എടുക്കുന്ന ഓർഡേഴ്സിന് മാത്രം വരുന്ന കുറച്ച് പ്രത്യേകത പറയാം. അതായത് നമ്മളിപ്പോൾ ഈ 6 ദിവസത്തിനുള്ളിൽ എടുക്കുന്ന എല്ലാ ഓർഡേഴ്സും 1 year വാറണ്ടി. അതായത് ഔട്ട്പുട്ട് കമ്പണൻറ്റ് ഏതാണോ, ഔട്ട്പുട്ട് കമ്പണൻറ്റ് മീൻസ് നമ്മൾ ഇപ്പോൾ ട്രാൻസിസ്റ്റർ, ഇതിലിപ്പോൾ ഈ ഔട്ട്പുട്ട് ഈ ഒരു സെക്ഷനാണ്, മെയിൻലി ഈ കമ്പണൻസും ഈ സെക്ഷനും. ഈ ഔട്ട്പുട്ട് കമ്പണൻറ്റ് പൈസ ആയാലും ഏതായാലും അതൊഴിച്ച് ബാക്കി എല്ലാത്തിനും 1 year ഗ്യാരണ്ടി. ഇതിന് ഗ്യാരണ്ടി കൊടുക്കില്ല. കാരണം നിങ്ങൾ കൊണ്ടുപോകുന്ന ആളുടെ യൂസ്, അത് ആരും എന്തെങ്കിലും ആക്സിഡൻ്റലി അത് ഔട്ട്പുട്ട് ഷോർട്ടായി കഴിഞ്ഞാൽ അതിപ്പോൾ പ്രൊട്ടക്ഷൻ ബോർഡ് ഉണ്ടെങ്കിലും ശരി പറയാൻ പറ്റില്ല. അതിന് നമുക്കൊരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. കാരണം അത് എത്രത്തോളം രീതിയിൽ അത് നശിപ്പിക്കപ്പെടും എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് പുറമേ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിന് ഗ്യാരണ്ടി ഇല്ല. അതല്ലാതെയുള്ള കംപ്ലീറ്റ് സ്പീക്കേഴ്സ് അടക്കം കൊടുക്കുന്ന, സ്പീക്കേഴ്സ് അടക്കമുള്ള സിസ്റ്റം ആണെങ്കിൽ സ്പീക്കേഴ്സ് അടക്കം അത് അത് കംപ്ലൈൻ്റ് ആണ്, അത് ഫോൾട്ടി ആണെങ്കിൽ അതിന് ഞാൻ വാറണ്ടി തരും, അത് റീപ്ലേസ് ചെയ്ത് തരും. ഇപ്പോൾ ഈ ഒരു ബോർഡിൽ ഈ ഔട്ട്പുട്ട് അല്ല പോയത്, അതേസമയം ഇതിൻ്റെ മറ്റെന്തോ ഒരു തരത്തിലുള്ള ഓഡിയോ നോയ്സ് ആണെങ്കിൽ ഇത് റിപ്പയർ ചെയ്ത് തരാനുള്ള ഉദ്ദേശമല്ല, ഈ ബോർഡ് എക്സ്ട്രാ വേറെ റീപ്ലേസ് ചെയ്തിട്ടാണ് അത് ക്ലിയർ ചെയ്ത് തരിക. അതേപോലെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഷിപ്പിംഗ് ഫ്രീ. അതായത് നമ്മളിപ്പോൾ കേരളത്തിൽ മാത്രമല്ല കൊടുക്കുന്നത്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൾ ഇന്ത്യ ഞങ്ങളോട് അസംബ്ലിങ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ ആ ഒരു രീതിയിലാണ് കൊടുക്കാറ്. ഏത് രീതിയിലാണോ അവിടേക്ക് ഇപ്പോൾ ഡെലിവർ ചെയ്യാൻ പറ്റുക ആ രീതിയിലാണ് കൊടുക്കാറ്. അപ്പോൾ ഇതിൽ ഈ പ്രീമിയം ഈ സമയത്ത് വരുന്ന ഈ ഡീലിന് ഷിപ്പിംഗ് ഫ്രീ. ഷിപ്പിംഗ് ഫ്രീ മീൻസ് ഡെലിവറി ഫ്രീ. അതിപ്പോൾ കൊറിയർ ആയാലും ശരി, ഏത് രീതിയിലായാലും ശരി, അത് ഫ്രീ ആയിട്ട് ഞാൻ ചെയ്യും. അപ്പോൾ ഇത്തരം ബോണസസ് കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് ഈ ഒരു ചെറിയ ടൈം ഡീൽ ഓഫർ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ഡയറക്റ്റ് വാട്സാപ്പ് ചെയ്യാം, കോൾ ചെയ്യാം. ഈ പറഞ്ഞ 6 ദിവസവും ഞാൻ അറ്റൻഡ് ചെയ്തിരിക്കും. ഡയറക്റ്റ്ലി വോയിസ് കോൾ ചെയ്താൽ, ഈ പറഞ്ഞ ആവശ്യങ്ങൾക്ക് വേണ്ടി കോൾ ചെയ്താൽ അറ്റൻഡ് ചെയ്യും. അതല്ലാത്ത കോളാണ് നിങ്ങളെ വിളിക്കുന്നതെങ്കിൽ ഞാൻ അതിന് ടൈം പറഞ്ഞിട്ട് നിങ്ങളോട് വാട്സപ്പ് ചെയ്യാൻ പറയും. അതായത് ഇപ്പോൾ മറ്റെന്തെങ്കിലും സംശയത്തിന് വേണ്ടി ഈ സമയത്ത് വിളിക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ വിളിക്കുകയാണെങ്കിൽ അതിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനുള്ളൊരു സൗകര്യം കൂടി ഞാൻ ചെയ്യും. അപ്പോൾ അതിൽ ഈ ഒരു ആൾ നിങ്ങളിപ്പോൾ ഒരു ആവശ്യപ്പെട്ട് നിങ്ങൾക്കൊരു ഓഡിയോ സിസ്റ്റം വേണം, നിങ്ങൾക്ക് ഇതിനോട് വിളിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കത് ഒറ്റയടിക്ക് വിളിച്ചിട്ട് എത്രയാണ്, എപ്പോൾ ചെയ്യും, ഓക്കെ ഡീൽ, അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യാനുണ്ടാവും, നമുക്കതിന് പ്ലാൻ ചെയ്യാനുണ്ടാവും, അതിന് എസ്റ്റിമേറ്റ് കാണാനുണ്ടാവും. അപ്പോൾ അതിന് എത്ര ആവും എന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരുന്നു. അത് നിങ്ങൾ കൺഫേം ആകുമ്പോൾ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ് താല്പര്യമാണെങ്കിൽ. അപ്പോൾ അതിനുള്ള ഒരു ടൈം ആ ഒരു കോൺവെർസേഷനിൽ എടുക്കും. അപ്പോൾ അതുകൊണ്ട് അതിനിടയിൽ മറ്റു കാര്യങ്ങൾ ഇൻട്രപ്ഷൻ വന്നാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അത് ഈ കുറഞ്ഞ സമയത്തായതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഇത് സംശയമുള്ളവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടി സംശയം ചോദിക്കുന്നവർക്ക് നിങ്ങൾക്ക് അയക്കാം. അതിന് ഞാൻ രാത്രി സമയങ്ങളിൽ റിപ്ലൈ ചെയ്യാറുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ അതിനെ ക്ലിയർ ചെയ്തുകൊണ്ടുള്ള പരിഹാരം ഞാൻ ഉടനെ തന്നെ ചെയ്യാം. അതായത് ഇന്നത്തെ ഇപ്പോൾ ഈ പബ്ലിഷിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ, അതായത് ഈ പറഞ്ഞ ഡീലിനെ പറ്റിയോ മറ്റെന്തിനെയും പറ്റിയോ നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ നിങ്ങൾ അറിയിക്കുക കമൻറ്റിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ. പിന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടതാണ്, ഈ വീഡിയോയിലുള്ള ആവശ്യം കണ്ടിട്ടാണ് ഈ മെസ്സേജ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. മാക്സിമം ഞാൻ അങ്ങോട്ട് തന്നെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ളത് വേണം എന്നുള്ള അതിൻ്റെയൊക്കെ ചർച്ച അവിടെ നടക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ സമയം എടുക്കുന്നതുകൊണ്ട് ചുമ്മാ പെട്ടെന്ന് കോൾ ചെയ്തിട്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങളിപ്പോൾ വിളിച്ച പാടിന് ഇപ്പോൾ എനിക്കൊരു കൺഫർമേഷനിൽ എത്താൻ കഴിയില്ല. നിങ്ങൾക്ക് ഏത് വേണം, എങ്ങനെ വേണം, ഏത് ഫീച്ചർ എന്ത് വേണം, എത്ര വേണം, ഏതൊരു തരത്തിൽ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ളത് ആ ഒരു രീതി എത്തിയാലല്ലേ നിങ്ങൾക്ക് ഏത് വേണം എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് എത്ര ചിലവ് വരും എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് ഓക്കെ ആവോ ഇല്ലേ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൺഫേം ആകാനുള്ള ടൈം എടുക്കുന്നതുകൊണ്ട് ഫസ്റ്റ് ടൈം നിങ്ങൾ എന്ത് വെച്ചാൽ ഈ പറഞ്ഞ ഡീറ്റെയിൽ വെച്ചിട്ട് ജസ്റ്റ് ആണെങ്കിൽ ആ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നു, അങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് അന്വേഷിച്ചാൽ അതിൻ്റെ ഡീൽ ഞാൻ അതിൽ വിട്ടുതരും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രൊസീഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു ആവശ്യക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ റിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ടൈം ഡീൽ മറക്കാതിരിക്കുക. 6 ദിവസമുള്ളൂ. ഇന്ന് 6-ാം തീയതിയാണ്. 12-ാം തീയതി ഞാൻ ഈ ഡീൽ ക്ലോസ് ചെയ്യും. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ